ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. കപ്പ ഒരു പ്രത്യേക തരത്തിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് തോല് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ തോല് കളഞ്ഞെടുത്ത് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിടണം. ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. ഒരു 3-4 തവണയെങ്കിലും വെള്ളം മാറ്റി കഴുകിയിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കണം. എന്നാൽ മാത്രമേ കപ്പ വൃത്തിയായി കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കപ്പ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കപ്പ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടും. കപ്പ തിളച്ച് വരുന്നത് വരെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. തിളച്ച് കഴിഞ്ഞാൽ മൂടിയെടുത്ത് മാറ്റി വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വേവ് ഒന്ന് നോക്കി നോക്കാം. അതിനായിട്ട് ഒരു സ്പൂണോ ഫോർക്കോ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ ഇതിങ്ങനെ മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഇത്ര വെന്താൽ മതി. കാരണം ഒരുപാട് സോഫ്റ്റ് ആവണ്ട, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് സോഫ്റ്റ് ആയാൽ അത് അത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് എന്താക്കാം, ഈ കപ്പ ഒന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ചൂടൊന്ന് പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയോ, അതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാലയൊക്കെ അതിലേക്ക് പിടിക്കുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ മൊരിച്ച് വരുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഉള്ളൊന്നും വേവാനില്ല, ഇത് ഓൾറെഡി വെന്ത സാധനം ആയതുകൊണ്ട്. അപ്പോൾ ഒന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് മൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലപോലെ കളറെല്ലാം മാറി കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ചിക്കൻ 65ൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇത് കുട്ടികളൊക്കെ പറ്റിക്കാൻ പറ്റിയൊരു ഒന്നാന്തര ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.